സാമ്പത്തിക ശക്തി കൊണ്ടും സൈനിക ബലം കൊണ്ടും മറ്റാർക്കും കൈയെത്തി പിടിക്കാൻ പോലും ആവാത്ത ഉയരങ്ങളിലാണ് ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആ നേട്ടങ്ങൾക്ക് പിന്നിലെ രഹസ്യം മനസ്സിലാക്കാൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC ഒന്ന് സന്ദർശിച്ചാൽ മതി. 1.5 നൂറ്റാണ്ട് മുമ്പ് തന്നെ രാജ്യത്തിന്റെ ഭാവി എന്താകണമെന്ന് അന്നുള്ള നേതാക്കൾ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. ആ ചിന്തയുടെ പ്രതിഫലനം വാഷിംഗ്ടൺ DC എന്ന ആസൂത്രിത നഗരത്തിലെങ്ങും കാണാനാകും. അമേരിക്കൻ ദേശീയതയും സംസ്കാരവും ചരിത്രവും അടിസ്ഥാനമാക്കി നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങൾ വാഷിംഗ്ടൺ DCയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലൂടെയുള്ള യാത്ര യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന രാജ്യത്തെ നമുക്ക് കൂടുതൽ പരിചിതമാക്കും. ഒരു ഉദ്യാനം പോലെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നഗരം കാഴ്ചയിലും അതീവ സുന്ദരമാണ്. പോകാം US തലസ്ഥാനമായ വാഷിംഗ്ടൺ DCയുടെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് വാഷിംഗ്ടൺ DC നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം പോട്ടോമാക് റിവർ, തുടർന്ന് നാഷണൽ മാൾ, അടുത്തതായി നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയം, പിന്നെ US ക്യാപിറ്റോൾ ബിൽഡിംഗ്, തുടർന്ന് നാഷണൽ ഗാലറി ഓഫ് ആർട്ട്, അടുത്തതായി മാഡം തുസാഡ്സ് വാഷിംഗ്ടൺ DC, പിന്നെ ദി വൈറ്റ് ഹൗസ്, തുടർന്ന് ജോർജ് ടൗൺ. അവിടെ നിന്നും വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രൽ, അവസാനമായി ആർലിംഗ്ടൺ നാഷണൽ സെമിറ്ററി. വാഷിംഗ്ടണിന്റെ ജീവവാഹിനിയായ പോട്ടോമാക് നദിയിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കാം. നദിയുടെ തീരഭാഗങ്ങൾ വൃത്തിയോടെയും മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു. നാഷണൽ മാൾ അടക്കം നിരവധി പൊതു ഉദ്യാനങ്ങൾ നദിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. നദിയുടെ കരകളിൽ നീണ്ട വാക്വേകൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഈ നടവഴികളിലൂടെ നദിയുടെ കാഴ്ചകൾ കണ്ടു നടക്കുന്നത് രസകരമായ അനുഭവമായിരിക്കും. ബോട്ട് ക്രൂസുകളാണ് പോട്ടോമാക് നദിയിലെ മറ്റൊരു ആക്ടിവിറ്റി. തീരത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ബോട്ടിൽ നദിയിലൂടെ സഞ്ചരിക്കാം. ഗൈഡുകൾ ഓരോ കാഴ്ചയെപ്പറ്റിയും ലഘുവിവരണം നൽകും. സൈറ്റ് സീയിങ്, ഡിന്നർ, നൈറ്റ് എന്നിങ്ങനെ പലതരം പാക്കേജുകൾ ക്രൂസിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയിൽ ലൈറ്റുകൾ തെളിയുമ്പോൾ നഗരത്തിന്റെ തികച്ചും വേറിട്ട ദൃശ്യങ്ങളാണ് കൺമുമ്പിലെത്തുക. അതുകൊണ്ട് തന്നെ ബോട്ട് ക്രൂസ് പകലും രാത്രിയിലും ചെയ്യുന്നത് നല്ലതാണ്. പോട്ടോമാക്കിന്റെ തീരത്തെ ദി വാർഫ് തുറമുഖവും കൂടി നമുക്ക് സന്ദർശിക്കണം. വളരെ ചരിത്രമുള്ള തുറമുഖമാണിത്. വാഷിംഗ്ടൺ DCയിലെ സജീവമായ വാട്ടർഫ്രണ്ട് മേഖല കൂടിയാണ് ഇവിടം. പാരമ്പര്യവും ആധുനിക വിനോദ സൗകര്യങ്ങളും ഒന്നിച്ചു ചേരുന്ന ഈ പ്രദേശം സഞ്ചാരികൾക്ക് വേറിട്ടൊരനുഭവം സമ്മാനിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും പഴയ ഫിഷ് മാർക്കറ്റുകളിലൊന്നും ദി വാർഫിലാണുള്ളത്. നാഷണൽ മാളിനോട് ചേർന്നുള്ള ടൈഡൽ ബേസിനാണ് തീരത്തെ മറ്റൊരു കാഴ്ച. ചെറി ബ്ലോസം സീസണിൽ ഇവിടം ആഘോഷങ്ങളുടെ വേദിയായിരിക്കും. ആദ്യകാല പ്രസിഡന്റുമാരിൽ ഒരാളായ തോമസ് ജെഫേഴ്സണിന്റെ സ്മാരകവും ടൈഡൽ ബേസിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു.
ഇനി നമുക്ക് നഗരത്തിലെ ഏറ്റവും പ്രധാന കാഴ്ചയായ നാഷണൽ മാൾ എന്ന ഉദ്യാനത്തിലേക്ക് പോകാം. അമേരിക്കൻ ദേശീയതയുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളും മ്യൂസിയങ്ങളും ആർട്ട് ഗ്യാലറികളും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ പാർക്കാണിത്. ക്യാപിറ്റോൾ മന്ദിരം മുതൽ ലിങ്കൺ മെമ്മോറിയൽ വരെ നാഷണൽ മാൾ നീണ്ടുകിടക്കുന്നു. ലിങ്കൺ മെമ്മോറിയലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്ന്. ഗ്രീസിലെ പാർഥിനോൺ ദേവാലയത്തിന്റെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഗംഭീര നിർമ്മിതി. കസേരയിലിരിക്കുന്ന രൂപത്തിൽ ലിങ്കന്റെ വലിയൊരു മാർബിൾ പ്രതിമയും ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ എന്ന ചരിത്ര പുരുഷന്റെ വ്യക്തിത്വം തെളിഞ്ഞു കാണുന്ന മനോഹരമായൊരു സൃഷ്ടിയാണിത്. മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്ന മാർട്ടിൻ ലൂഥർ കിങ് ഐ ഹാവ് എ ഡ്രീം എന്നു തുടങ്ങുന്ന ചരിത്രപ്രസിദ്ധമായ പ്രസംഗം കാഴ്ചവെച്ചത് ഈ മെമ്മോറിയലിന്റെ നടയിൽ വെച്ചാണ്. ലിങ്കൺ മെമ്മോറിയലിനു മുൻപിൽ നീളത്തിലുള്ള ഒരു ജലാശയം കാണാം. റിഫ്ലക്റ്റിംഗ് പൂൾ എന്നാണിത് അറിയപ്പെടുന്നത്. ഇതിനപ്പുറം നാഷണൽ മാളിലെ മറ്റൊരു പ്രധാന കാഴ്ചയായ വാഷിംഗ്ടൺ മോണുമെന്റ് സ്ഥിതി ചെയ്യുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആദ്യ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടണിന്റെ ഓർമ്മയ്ക്കായി പണിത കൂറ്റൻ സ്തൂപം. പണി പൂർത്തിയായ കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതിയായിരുന്നു ഇത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിലാനിർമ്മിതി എന്ന പ്രത്യേകത മോണുമെന്റിനുണ്ട്. മുകൾ നിലയിലുള്ള ഒബ്സർവേഷൻ ഡെക്കാണ് വാഷിംഗ്ടൺ മോണുമെന്റിന്റെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പങ്കെടുത്ത വിവിധ യുദ്ധങ്ങളുടെ മെമ്മോറിയലുകൾ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. കൊറിയൻ യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, വിയറ്റ്നാം യുദ്ധം തുടങ്ങിയ പോരാട്ടങ്ങളുടെ ഭാഗമായവരുടെയും ജീവൻ വെടിഞ്ഞവരുടെയും ഓർമ്മകൾ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. നാഷണൽ മാളിലെ ഇനിയുള്ള കാഴ്ച മ്യൂസിയങ്ങളാണ്. വ്യോമയാന രംഗത്തെയും ബഹിരാകാശ ഗവേഷണ മേഖലയെയും പരിചയപ്പെടുത്തുന്ന എയർ ആൻഡ് സ്പേസ് മ്യൂസിയം, അമേരിക്കൻ ഭൂപ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും വികാസ ചരിത്രം വിവരിക്കുന്ന മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, മ്യൂസിയം ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ ഹിസ്റ്ററി, മ്യൂസിയം ഓഫ് അമേരിക്കൻ ഹിസ്റ്ററി എന്നിവയെല്ലാം നാഷണൽ മാൾ പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്നു. നാഷണൽ ഗ്യാലറി ഓഫ് ആർട്ട്, സ്കൾപ്ചർ ഗാർഡൻസ് എന്നിവയാണ് കലയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ. ഇതുകൂടാതെ മനോഹരമായൊരു ബൊട്ടാണിക്കൽ ഗാർഡനും നാഷണൽ മാളിന്റെ ഭാഗമാണ്. ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ 1-2 ദിവസം കാണാനുള്ള കാഴ്ചകൾ നാഷണൽ മാളിലുണ്ട്. വിശദമായി കാണാൻ അതിലേറെ സമയവും വേണ്ടിവരും. ഇനി സന്ദർശിക്കുന്നത് ശാസ്ത്ര കുതികകൾക്ക് വിരുന്നാകുന്ന ഒരു പ്രദർശനമാണ്. നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയം. വ്യോമയാന രംഗത്ത് മനുഷ്യരാശി കൈവരിച്ച അതുല്യ നേട്ടങ്ങളുടെ ചരിത്രം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയിൽ പല കാലങ്ങളിലായി നിർമ്മിക്കപ്പെട്ട നിരവധി ആകാശവാഹനങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറത്തിയ വിമാനം മുതൽ ഈ ശേഖരം ആരംഭിക്കുന്നു. യുദ്ധവിമാനങ്ങൾ, പാസഞ്ചർ വിമാനങ്ങൾ, സ്പേസ് ഷിപ്പുകൾ എന്നിവയെല്ലാം പ്രദർശനത്തിന്റെ ഭാഗമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ആദ്യ ചാന്ദ്ര ദൗത്യത്തിനായി ഉപയോഗിച്ച കമാൻഡ് മൊഡ്യൂൾ. യാത്ര നടത്തിയ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും മൈക്കൽ കോളിൻസും ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങിയത് ഈ കുഞ്ഞൻ പേടകത്തിലാണ്. അമേരിക്ക വിവിധ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും മാതൃകകളാണ് ബഹിരാകാശ വിഭാഗത്തിലെ മറ്റൊരു കാഴ്ച. ഇതുകൂടാതെ ചില സ്പേസ് ഷിപ്പുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
അമേരിക്ക ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച സ്കൈലാബ് എന്ന സ്പേസ് സ്റ്റേഷന്റെ മാതൃകയും ഇവിടെ കാണാം. അതിനുള്ളിൽ കയറാനും കഴിയും. റൈറ്റ് സഹോദരന്മാർ വിമാനം വികസിപ്പിച്ച ചരിത്രം മ്യൂസിയത്തിൽ പ്രത്യേക വിഭാഗമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ ഉപയോഗിച്ച അതേ വിമാനം പൂർണ്ണ രൂപത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വിമാനങ്ങൾ യുദ്ധോപകരണങ്ങളായി മാറിയ ചരിത്രവും ഇവിടെ വിശദമായി അറിയാനാകും. അതോടൊപ്പം ആദ്യകാലത്തെ യുദ്ധവിമാനങ്ങളുടെ മാതൃകകളും കാണാം. അടുത്തതായി നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭരണസിരാ കേന്ദ്രമായ ക്യാപിറ്റോൾ ബിൽഡിംഗ് കാണാം. അമേരിക്കയുടെ സാംസ്കാരിക പാരമ്പര്യവും സ്വാധീനശേഷിയും സാമ്പത്തിക ശക്തിയുമെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഗംഭീരമായൊരു മാർബിൾ മന്ദിരം. 1811 ഈ കെട്ടിടം പണിതുയർത്തിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിന്റെ അധോസഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും ഉപരിസഭയായ സെനറ്റും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. നാഷണൽ മാളിലും ചുറ്റുവട്ടത്തെ മറ്റ് വ്യൂ പോയിന്റുകളിൽ നിന്നുകൊണ്ട് ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ വിവിധ ആംഗിളുകളിലുള്ള കാഴ്ചകൾ കാണാനാകും. അതിലേറ്റവും മനോഹരം മുന്നിലെ റിഫ്ലക്റ്റിംഗ് പൂളിന്റെ കരയിൽ നിന്നുള്ളതാണ്. ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ കിരീടം പോലെയുള്ള പ്രൗഢമായ മകുടം ജലപ്പരപ്പിൽ പ്രതിഫലിക്കുന്നത് ഏറെ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്യാപിറ്റോൾ മന്ദിരത്തിന്റെ ഉള്ളിൽ ഗൈഡഡ് ടൂറിന്റെ ഭാഗമായി സന്ദർശകർക്ക് പ്രവേശിക്കാനാകും. 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ടൂറാണിത്. പ്രധാനപ്പെട്ട മുറികളും കോൺഗ്രസിന്റെ ഭാഗമായ സമ്മേളന ഹാളുമെല്ലാം ടൂറിൽ കാണാം. പ്രത്യേക അനുമതിയോടെ സഭാ സമ്മേളനങ്ങളും വീക്ഷിക്കാനാകും. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി കാണേണ്ടത് നാഷണൽ ഗാലറി ഓഫ് ആർട്ടാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ദേശീയ കലാ മ്യൂസിയം. 13ാം നൂറ്റാണ്ട് മുതലുള്ള കലാസൃഷ്ടികളുടെ ഒരു വലിയ ശേഖരം തന്നെ നാഷണൽ ഗാലറി ഓഫ് ആർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. വെസ്റ്റ് ബിൽഡിംഗ്, ഈസ്റ്റ് ബിൽഡിംഗ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചാണ് പ്രദർശനത്തിന്റെ സജ്ജീകരണം. ഇവിടേക്ക് പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. മുൻകൂട്ടി ബുക്കിംഗും എടുക്കേണ്ട ആവശ്യമില്ല. വെസ്റ്റ് ബിൽഡിംഗിൽ നിയോ ക്ലാസിക്കൽ രചനകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂറോപ്പിലും അമേരിക്കയിലുമായി 13ഉം 20ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ രചിക്കപ്പെട്ട സൃഷ്ടികൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈസ്റ്റ് ബിൽഡിംഗിൽ ഉള്ളത് മോഡേൺ കണ്ടംപററി ആർട്ട് വർക്കുകളാണ്. പ്രദർശന രീതിയിലും സൗന്ദര്യാത്മകത കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ക്രമീകരണം കാഴ്ചാനുഭവം കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു. ഈസ്റ്റ് വെസ്റ്റ് വിഭാഗങ്ങളെ ഒരു അണ്ടർഗ്രൗണ്ട് ടണലിലൂടെയാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ലൈറ്റ് ഇലുമിനേഷൻ ഉപയോഗിച്ച് ഈ ടണലിൽ പോലും കലയുടെ സാധ്യതകൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ പ്രദർശനം ഒരുക്കിയിട്ടുള്ള കെട്ടിടവും ഒരു ഗംഭീര നിർമ്മിതിയാണ്. മകുടത്തോടുകൂടിയ സെന്റർ ഹാളും അലങ്കാരങ്ങളും ഗ്യാലറി മന്ദിരത്തെ തന്നെ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റുന്നുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയമാണ്. യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന മെഴുകു പ്രതിമകളുടെ മായിക ലോകം. ലോകത്ത് പല നഗരത്തിലും ഓരോ തീമിലാണ് മാഡം തുസാഡ്സ് മ്യൂസിയങ്ങൾ ഒരുക്കിയിട്ടുള്ളത്.
ഇവിടെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പ്രതിമകൾ ഉൾപ്പെടുന്ന പ്രസിഡന്റ്സ് ഗാലറി പ്രധാന ആകർഷണമാകുന്നു. ജോർജ് വാഷിംഗ്ടൺ മുതൽ ഇങ്ങോട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ ലോകമെങ്ങും പ്രസിദ്ധരാണ്. പല ചരിത്ര സംഭവങ്ങളുടെയും ഭാഗമായി ഇവരുടെ പേരുകൾ പതിവായി നാമെല്ലാം കേൾക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റുമാരുടെ മെഴുകു പ്രതിമകൾ സന്ദർശകർക്ക് കൗതുകം നിറയ്ക്കുന്ന അനുഭവമായി മാറുന്നു. മ്യൂസിയത്തിനുള്ളിൽ ആദ്യം കാണുന്നത് പ്രസിഡന്റ്സ് ഗാലറിയാണ്. ജോർജ് വാഷിംഗ്ടൺ മുതലുള്ളവരുടെ പ്രതിമകൾ ഇവിടെ ക്രമമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിർമ്മാണത്തിലെ പെർഫെക്ഷൻ കൊണ്ട് ഈ പ്രതിമകളെല്ലാം കാണികളെ അമ്പരപ്പിക്കുന്നുണ്ട്. ഓരോ മുടിനാരിലും കാണാം നിർമ്മാണ മികവ്. പ്രസിഡന്റ്സ് ഗാലറിയിൽ മാർട്ടിൻ ലൂഥർ കിങ് ഉൾപ്പെടെയുള്ള മറ്റു പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതിമകൾ കാണാം. സിനിമ, സംഗീതം, കായികം തുടങ്ങിയ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരുടെ പ്രതിമകളാണ് മ്യൂസിയത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. വൈറ്റ് ഹൌസിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസായ ഓവൽ ഹൌസിന്റെ ഒരു മാതൃകയും ഇവിടെയുണ്ട്. പ്രതിമകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് മാഡം തുസാഡ്സിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ പ്രധാന വിനോദം. ഇനി നമുക്ക് വൈറ്റ് ഹൌസിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള മന്ദിരം, ലോകത്തിലെ ഏറ്റവും സ്വാധീനശേഷിയുള്ള പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിലും വൈറ്റ് ഹൌസിനെ മറികടക്കാൻ മറ്റൊരു പ്രസിഡന്റ് മന്ദിരത്തിന് കഴിയില്ല. ആണവാക്രമണങ്ങളിൽ നിന്നുപോലും രക്ഷ നേടാൻ കഴിയും വിധമാണ് വൈറ്റ് ഹൌസിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഡിസൈൻ. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ മാളികയുടെ രൂപമാണ് വൈറ്റ് ഹൌസിനുള്ളത്. നിയോ ക്ലാസിക്കൽ ആർക്കിടെക്ചറിലുള്ള ലളിതമായൊരു നിർമ്മിതി. പ്രസിഡന്റ് എന്നാൽ സാധാരണക്കാരുടെ പ്രതിനിധിയാണെന്നും അതുകൊണ്ട് വസതി ലളിതമായിരിക്കണമെന്നുമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആദ്യകാല നേതാക്കൾ വിഭാവനം ചെയ്തിരുന്നത്. രൂപം കൊണ്ട് ലളിതമാണെങ്കിലും പുറമേ നിന്ന് കാണുന്ന രണ്ട് നിലകളിലും ഭൂമിക്കടിയിലെ മറ്റ് നിലകളിലുമായി വലിയൊരു ലോകം തന്നെ കാഴ്ചയിൽ നിന്നും മറഞ്ഞുകിടപ്പുണ്ട്. ആകെ 8 നിലകളാണ് വൈറ്റ് ഹൌസിനുള്ളത്. 132 മുറികളും. പ്രസിഡന്റിന്റെ കുടുംബം താമസിക്കുന്ന ഭാഗം പിന്നിലാണ്. കുടുംബാംഗങ്ങൾക്ക് സമയം ചിലവഴിക്കാനുള്ള മൈതാനം, ഗാർഡൻ എന്നിവയൊക്കെ അവിടെയുണ്ട്. വൈറ്റ് ഹൌസിന് മുന്നിലുമുണ്ട് പുൽത്തകിടിയോട് കൂടിയ ഉദ്യാനം. ഇതിനടിയിലും ഓഫീസുകളടക്കം പല തന്ത്രപ്രധാന സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ഇനി പഴയ നഗരഭാഗമായ ജോർജ് ടൗണിലേക്ക് പോകാം. 18ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം ജോർജ് ടൗണിനുണ്ട്. കൊളോണിയൽ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ധാരാളം നിർമ്മിതികൾ ഇവിടെ കാണാനാകും. അതിലൊന്നാണ് ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന C&O കനാൽ. പ്രകൃതിരമണീയമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കനാൽ തീരത്തുകൂടി നടക്കുന്നതും സൈക്ലിംഗ് നടത്തുന്നതുമെല്ലാം ഇന്നിവിടെ വിനോദങ്ങളാണ്. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയാണ് മറ്റൊരു കാഴ്ച. ഗോഥിക് ആർക്കിടെക്ചറിലുള്ള യൂണിവേഴ്സിറ്റി മന്ദിരം ഒരു ശില്പം പോലെ മനോഹരമാകുന്നു. ജോർജ് ടൗണിൽ ടൂറിസ്റ്റുകൾ ആസ്വദിക്കുന്ന പ്രധാന ആക്ടിവിറ്റി ഷോപ്പിംഗ് ആണ്. എം സ്ട്രീറ്റ്, വിസ്കോസിൻ അവന്യൂ എന്നീ തെരുവുകളിൽ വിദേശികളെ ലക്ഷ്യമിട്ട് ധാരാളം കടകൾ പ്രവർത്തിക്കുന്നു. നൈറ്റ് ലൈഫിനും ഈ തെരുവുകൾ പ്രസിദ്ധമാണ്. രാത്രിയിൽ ആഘോഷാന്തരീക്ഷം ഒരുക്കി തുറന്നിരിക്കുന്ന പബ്ബുകളിലും ബാറുകളിലും സമയം ചിലവഴിക്കാനാകും.
രുചികരമായ സീ ഫുഡ് വിളമ്പുന്ന റെസ്റ്റോറന്റുകളാണ് ഇവിടെ മറ്റൊരു ആകർഷണം. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രൽ എന്ന കത്തീഡ്രൽ ചർച്ച് ഓഫ് സെയിന്റ് പീറ്റർ ആൻഡ് സെയിന്റ് പോൾ ആണ്. രാജ്യത്തിന്റെ ആത്മീയ ഗേഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ആരാധനാ കേന്ദ്രം. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ചർച്ചുകളിൽ ഒന്നാണിത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ രണ്ടാമത്തെ വലിയ ദേവാലയവും. നിർമ്മാണ ഭംഗിയാണ് ചർച്ചിനെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുന്ന ഘടകം. നിയോ ഗോത്തിക് വാസ്തുവിദ്യയുടെ സൗന്ദര്യം യൂറോപ്യൻ ചർച്ചുകളുടെ പ്രൗഢി ദേവാലയത്തിന് സമ്മാനിക്കുന്നു. അലങ്കാര സമൃദ്ധമാണ് ചർച്ചിന്റെ മുൻഭാഗം. അതോടൊപ്പം വലിപ്പവും ആകെയുള്ള രൂപത്തിന് ഗാംഭീര്യം പകരുന്നു. ഉയർന്നു നിൽക്കുന്ന 3 ഗോപുരങ്ങളും കൂടിയാകുമ്പോൾ പുറംകാഴ്ചയിൽ അതിമനോഹരമാണ് വാഷിംഗ്ടൺ കത്തീഡ്രൽ. ഗോഥിക് ആർക്കിടെക്ചറിന്റെ സൗന്ദര്യം തന്നെയാണ് ഉള്ളിലും ദേവാലയത്തെ ആകർഷകമാക്കുന്നത്. പ്രാർത്ഥനാ ഹാളിന്റെ വലിപ്പവും മേൽക്കൂരയിലെ കമാനങ്ങളുമെല്ലാം ഇവിടെ സൗന്ദര്യം സമ്മാനിക്കുന്ന ഘടകങ്ങളാണ്. സ്റ്റെയിൻ ചെയ്ത ചിത്രങ്ങളോട് കൂടിയ ചില്ലുജാലകങ്ങളാണ് ഉൾഭാഗത്തെ ശ്രദ്ധേയമായ മറ്റൊരു കാഴ്ച. സൂര്യന്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഈ ജാലകങ്ങൾ ഉൾവശത്ത് രസകരമായ വർണ്ണക്കാഴ്ചകൾ സൃഷ്ടിക്കുന്നു. ദേവാലയത്തിനുള്ളിൽ ടൂറിസ്റ്റുകൾക്ക് പ്രവേശിക്കുന്നതിന് തടസ്സങ്ങളില്ല. പ്രാർത്ഥനാ സമയങ്ങളിൽ ചില നിയന്ത്രണങ്ങളുണ്ടെന്ന് മാത്രം. ആർലിംഗ്ടൺ നാഷണൽ സെമിറ്ററിയാണ് നമ്മുടെ അവസാന ഡെസ്റ്റിനേഷൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സംസ്കാര കേന്ദ്രം. 639 ഏക്കർ പ്രദേശത്ത് ആർലിംഗ്ടൺ നാഷണൽ സെമിറ്ററി വ്യാപിച്ചു കിടക്കുന്നു. ഏതാണ്ട് 4 ലക്ഷം മൃതദേഹങ്ങളാണ് ഇവിടെ ഇതുവരെ അടക്കം ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡിയുടെ മൃതദേഹം മുതൽ സൈനിക സേവനം അനുഷ്ഠിച്ച നഴ്സുമാരുടെ മൃതദേഹങ്ങൾ വരെ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ഒരു ഉദ്യാനം പോലെ നിർമ്മിച്ചിട്ടുള്ള സെമിറ്ററി മനോഹരമായ കാഴ്ചകളാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. പുൽത്തകിടികളും വൃക്ഷങ്ങളും ഫ്ലവർ ബെഡുകളും നട്ടുപിടിപ്പിച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള പ്രദേശത്ത് നിരനിരയായി സ്മാരകശിലകളും സ്ഥാപിച്ചിരിക്കുന്നു. വളരെ ദൂരം നടക്കാനുള്ളതിനാൽ സെമിറ്ററിയിൽ കയറും മുമ്പ് വിസിറ്റേഴ്സ് സെന്ററിൽ നിന്നും ഒരു മാപ്പ് വാങ്ങി കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്രാം സർവീസ് ലഭിക്കും. ടൂംബ് ഓഫ് അൺനോൺ സോൾജിയർ എന്ന സ്മാരകമാണ് ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണം. യുദ്ധങ്ങളിൽ അമേരിക്കയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണിത്. 24 മണിക്കൂറും US ആർമിയുടെ കാവലുള്ള സ്മാരകത്തിൽ നടക്കുന്ന ഗാർഡ് ചേഞ്ചിങ് സെറമണി രസകരമായ കാഴ്ചയാണ്. വേനലിൽ അരമണിക്കൂർ കൂടുമ്പോഴും ശൈത്യത്തിൽ 1 മണിക്കൂർ ഇടവേളയിലും ഇത് നടക്കുന്നുണ്ട്. മനോഹരമായ ഒരു ആംഫി തിയേറ്ററും സെമിറ്ററിയുടെ ഭാഗമാണ്. വിശേഷ ദിവസങ്ങളിൽ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഇവിടെയാണ്. വാഷിംഗ്ടൺ DC നഗരം കാഴ്ചകളുടെ പറുദീസയാണ്. നാഷണൽ മാളിന്റെ പരിസരങ്ങളിലെ സ്മാരകങ്ങളും മ്യൂസിയങ്ങളും രാജ്യത്തിന്റെ ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ചരിത്രവും കലയും ഭരണകേന്ദ്രങ്ങളും ഒരുമിക്കുന്ന ഈ നഗരം ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളെയാണ് ആകർഷിക്കുന്നത്.